നവരാത്രി വിഗ്രഹങ്ങൾക്ക് സംസ്ഥാന അതിർത്തിയിൽ വൻ വരവേൽപ്പ്. നവരാത്രി പൂജകൾക്കായി പത്മനാഭപുരത്ത് നിന്ന് യാത്ര തിരിച്ച നവരാത്രി വിഗ്രഹങ്ങൾക്ക് സംസ്ഥാന അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം നൽകി. ദേവസ്വം ബോർഡിന്റെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വീകരണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ താലം നൽകി വിഗ്രഹ ഘോഷയാത്രയെ സ്വീകരിച്ചു. ശനിയാഴ്ച രാവിലെ പത്മനാഭപുരത്ത് നിന്ന് പുറപ്പെട്ട വിഗ്രഹ ഘോഷയാത്രയ്ക്ക് രാത്രി കുഴുത്തുറ മഹാദേവർ ക്ഷേത്രത്തിൽ ഇറക്കിപ്പൂജ നടന്നു. ഞായറാഴ്ച രാവിലെ നടന്ന എഴുന്നള്ളത്തിന് കുഴുത്തുറ മുതൽ റോഡിന്റെ ഇരുവശത്തും വിഗ്രഹങ്ങളെ സ്വീകരിക്കുന്നതിനായി ഭക്തർ തട്ടപൂജകൾ ഒരുക്കിയിരുന്നു. ഉച്ചയ്ക്ക് 12ഓടെ കളിയിക്കാവളയിലെത്തിയ വിഗ്രഹങ്ങൾക്ക് തമിഴ്നാട് പോലീസും കേരള പോലീസും ഗാർഡ് ഓഫ് ഓണർ നൽകി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തമിഴ്നാട് ദേവസ്വം ജോയിന്റ് കമ്മീഷണർ എ ഝാൻസി റാണിക്ക് താലം കൈമാറി വിഗ്രഹങ്ങളെ സ്വീകരിച്ചു. സ്വീകരണ ചടങ്ങിൽ CK ഹരീന്ദ്രൻ MLA, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് കമ്മീഷണർ സുനിൽ കുമാർ, പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൻഡാർവിൻ, NSS നെയ്യാറ്റിൻകര താലൂക്ക് യൂണിയൻ ചെയർമാൻ N ഹരിഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വീകരണ ചടങ്ങുകൾക്ക് ശേഷം ഘോഷയാത്രയായി നവരാത്രി വിഗ്രഹങ്ങൾ പാറശാല മഹാദേവർ ക്ഷേത്രത്തിൽ എത്തി. വൈകിട്ട് 3 മണിയോടെ വിഗ്രഹങ്ങൾ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ഞായറാഴ്ച രാത്രി നെയ്യാറ്റിൻകരയിൽ ഇറക്കിപ്പൂജ നടന്നു. തിങ്കളാഴ്ച രാവിലെ വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും. വൈകിട്ട് കോട്ടയ്ക്കകത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ നവരാത്രി മണ്ഡപത്തിലെത്തും.